ബാങ്കിംഗ് മേഖലയിലെ ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം തിരിച്ചുപിടിക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ്. നവ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിലാളി സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ബി രാംപ്രകാശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ 2 ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ നികത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു കാതലായ മാറ്റം വരുത്താമെന്ന് പറഞ്ഞതിന് വെളിച്ചത്തിൽ പണിമുടക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിലുള്ള വേറൊരു വിഷയമെന്ന് പറയുന്നത് ഇവിടെ ധാരാളം കിട്ടാക്കടങ്ങളുണ്ട്. ഇഷ്ടംപോലെ കിട്ടാക്കടങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കിട്ടാക്കടങ്ങൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് ഹെയർ കട്ട് എന്ന പേരിൽ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എഴുതി തള്ളിയ സംഖ്യ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 16 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എഴുതി തള്ളിയിട്ടുള്ളത്. ഇതുപോലത്തെ വലിയ വിഷയങ്ങളുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. 53 പണിമുടക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് AIBA. ഈ വരുന്ന മെയ് 20-ാം തീയതി രാജ്യത്തെ ഉള്ള 11 ട്രേഡ് യൂണിയനുകൾ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഈ ലേബർ ആക്ടിൽ വരുന്ന മാറ്റങ്ങളെ കഴിഞ്ഞ 10 വർഷത്തിനകം കോർപ്പറേറ്റ് ഭീമന്മാരുടെ 16 ലക്ഷം കോടിയുടെ വായ്പയാണ് എഴുതി തള്ളിയത്. ഇത് ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നവ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിൽ സംഘടനകൾ ഇല്ലാത്തത് തൊഴിലാളി ദ്രോഹത്തിനിടയാക്കുന്നുണ്ട്. ലോർഡ് കൃഷ്ണ ബാങ്കിനെ സെഞ്ചൂറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബും പിന്നീട് ഈ ബാങ്കിനെ HDFCയും ഏറ്റെടുത്തു. ലോർഡ് കൃഷ്ണ ബാങ്കിലെ തൊഴിലാളികൾ നിലനിൽക്കുന്നതിനാലാണ് HDFCയിൽ HDFC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. യൂണിയന്റെ 31-ാം ദേശീയ സമ്മേളനം മെയ് 4-ന് പാലക്കാട് നടക്കും. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിലും ബാങ്കിംഗ് മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിലും തൊഴിലാളി ദ്രോഹത്തിലും പ്രതിഷേധിച്ച് മെയ് 20-ന് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിൽ AIBEയും അഫിലിയേറ്റഡ് സംഘടനകളും പങ്കെടുക്കുമെന്നും രാംപ്രകാശ് പറഞ്ഞു. HDFC BEU ആക്ടിംഗ് പ്രസിഡന്റ് SY ഷാഹിൻ, ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ, AK BEF അസിസ്റ്റന്റ് സെക്രട്ടറി K സന്തോഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.